പറഞ്ഞ അവൻ ആ കല്യാണത്തിന് സമ്മതിച്ചെന്നാ. നീ എന്തെല്ലാം പറയുന്നേ? അവൻ ഇഷ്ടയിലാണല്ലേ പോയത്, പിന്നെ അവനെങ്ങനെ സമ്മതിക്കാനാ? അവര് വെറുതെ പറഞ്ഞയക്കും. ഇല്ല അമ്മേ, അവൻ സമ്മതിച്ചിട്ടുണ്ടാകും. അല്ല ഡാഡി വെറുതെ ഇങ്ങനെ പറയില്ല. അവൻ ഇഷ്ടയില്ലാണ്ട് ഈ കല്യാണത്തിന് സമ്മതിച്ച്, അതുകൊണ്ട് അവർ തമ്മിൽ ഒത്തുവാൻ കുറച്ച് പ്രയാസപ്പെടും. പപ്പ ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണം. എനിക്ക് അവന് വേണം പപ്പ, പ്ലീസ്. ഈ കല്യാണം നടക്കട്ടെ, മുടക്കണ്ട. അവൾ ഇവിടുന്ന് താനെ ഇറങ്ങി പോണം, അല്ലെങ്കിൽ അവളെ ഇറക്കണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അത് രണ്ടും നടക്കുന്നില്ലെങ്കിൽ അവളങ്ങ് തീർക്കണം. പപ്പ എന്നാലും നീ ആഗ്രഹിച്ചെല്ലാം ഞാൻ നിനക്ക് നേടിത്തന്നിട്ടില്ലുള്ളൂ. ഇവനെയാ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഇവനെ നിനക്ക് നേടിത്തരാൻ പപ്പ എന്ത് വേണം ചെയ്യും. താങ്ക് യു പപ്പ. എന്നാ ഇനി മോള് പോയി റെസ്റ്റ് എടുത്തോ. ആരൊക്കെയായത്? ഡാഗിനിയും കുട്ടസനല്ലേ? എവിടെ പോയി ലുട്ടാപ്പി? എവിടെ എന്നാ ചതച്ച? നടക്കട്ടെ. ആരാണ് നിന്റെ ഡാഗിനിയും കുട്ടസനും? നിങ്ങൾ രണ്ടുപേരല്ലേ ഇവിടെ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങളാണ് എന്റെ ഡാഗിനിയും കുട്ടസനും. വന്നപാടെ തുടങ്ങി രണ്ടും. നിർത്ത്. എന്താ ചെറുക്ക, നിന്റെ ഏട്ടനും അമ്മയും അച്ഛനൊക്കെ എവിടെ? അവരെ പറ്റി ചോദിക്കാൻ നിനക്കറിയാം. പിന്നെ ഏട്ടൻ ഓഫീസിൽ പോയി. പിന്നെ അറിഞ്ഞോ, ഏട്ടൻ കല്യാണത്തിന് സമ്മതിച്ചു. നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അറിയിച്ചു. സന്തോഷായില്ലേ? കഷ്ടായി പോയി നാത്തൂനെ. സമ്മതിച്ചടി. വേണ്ടാന്ന് പറഞ്ഞോ, എന്നിട്ടും സമ്മതിച്ചിരുന്നു. എന്തായാലും ഈ കല്യാണത്തിൽ കളയും. എന്നാലും നിങ്ങളെ മോളെക്കാൾ നല്ലതിനെ കിട്ടിയത്, അതുകൊണ്ട് ആശ്വാസമായി. നിനക്ക് നല്ലോണം സന്തോഷമായെന്ന് നിന്റെ മുഖം കണ്ടാപ്പോ തിരിയുന്നുണ്ട്. അത് ഓവറായല്ലേ? അവൻ എൻ്റെ മോളെ തന്നെ കിട്ടും. ആടി, എനിക്ക് നല്ലോണം സന്തോഷമായി. ഓരോ കല്യാണത്തിനും നീ എൻ്റെ മോൻ പിന്തിരിയുമ്പോൾ നിനക്കെത്ര സന്തോഷമായോ, അതിൻ്റെ ഇരട്ടി എനിക്കിപ്പോൾ സന്തോഷമുണ്ട്. അവൻ സമ്മതിച്ചെന്ന് കേട്ടപ്പോൾ അവനെ കെട്ടിപ്പൊളിയിട്ട് നോക്കാൻ പറഞ്ഞു. എൻ്റെ മോൻ എന്തൊരാശ്വാസം. ഇതൊരിക്കലും നടക്കില്ല. നടന്നാലും അത്ര ദിവസം അവളോട് നിൽക്കില്ല, അത് നീ ഓർത്തോ. നിന്റെ മരുമോളെ വരണത് എന്റെ മോളാണ്, അല്ലാതെ അവൻ ഇവളെ കെട്ടില്ല. കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. ഹേയ്, അതെന്ത് ടോക്കാ ചേട്ടാ? പിന്നെ ഞങ്ങൾ കണ്ടത്തെ മരുമോൾ എന്തിനാ? കപ്പക്ക. ഓ മാസ് എൻട്രി, നല്ല കലക്കൈക്ക്. ഇവരുടെ എന്താ അടഞ്ഞു പോയോ? ഭാഗ്യം കൊണ്ട് പപ്പ പറ ഡയലോഗ്. പിന്നെ നീ ഓർത്തു വെച്ചോ, എന്റെ മരുമോളെ ഇവിടെ നിന്ന് ഓടിക്കാനോ കൊല്ലാനോ ഉദ്ദേശമെങ്കിൽ നീ ഇവിടെ ജീവനോടൊന്നും പോവില്ല. എനിക്ക് 2 മക്കളല്ല, ഒരു മോളും കൂടി ഉണ്ട്. ഓർത്ത് വെച്ചോ. നീ എല്ലാം ചെയ്തെന്ന് പറഞ്ഞാ അവള് നിന്നെ കൊല്ലവിടെത്തും. അതുകൊണ്ട് സൂക്ഷിച്ചിരുന്നു മോനെ. മേ ഐ കമിങ് സർ? കമിൻ. എന്ത് പറ്റി? ഞാനെല്ലാം അറിഞ്ഞു. നീ സമ്മതിച്ചല്ലേ? എന്നാലും കൺഗ്രാജുലേഷൻസ്, നല്ല തീരുമാനമായി. പാടാ, എന്നെ സമ്മതിപ്പിച്ചു. എല്ലാരും കൂടി പറഞ്ഞ് സമ്മതിപ്പിച്ചു. ഇതെന്ത് പറ്റി? എവിടെയെന്നോടാണ് സംസാരിക്കുന്നത്? അല്ല, പെണ്ണിനെ കാണാൻ പോയിട്ട് പെണ്ണിന്റെ കൈ നടി കിട്ടിയ നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇൻസ്പെക്ടർ മാറേണ്ടി വരും. അല്ലാതെ എന്ത് ചെയ്യാൻ? ഇവരടുത്ത് ഭ്രാന്താശുപത്രി കൊണ്ടുവിടാനല്ലേ പറ്റൂ. എന്റെ പൊന്നോ, എന്റെ മനസ്സൊന്നും പോകുന്നില്ല. അവളുടെ കണ്ണ്, അവളുടെ മൂക്ക്, അവളുടെ ചുണ്ട്, അയ്യോ, ഒന്നും മറക്കാനാവില്ല. ഓടുതന്നെ, നമ്മുടെ ഡെപ്യൂട്ടി ഇൻസ്പെക്ടറിന് ഭ്രാന്തായി. ഓടിക്കോ. ഹലോ സിസ്. ഹലോ ബ്രോ. എല്ലാരും പറയാനായിട്ട് നിന്റെ മാരേജ് എന്നൊക്കെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അതെ. അല്ല, ചേച്ചിക്ക് എങ്ങനെയായിരുന്നു എന്റെ മാരേജ് എന്നൊക്കെ? അതൊക്കെ തിരിയടാ, അതാണ് നിന്റെ ചേച്ചി. കണ്ടന്റെ പവർ. പിന്നെ നീ സൂക്ഷിക്കണം, അവളെ നല്ലോണം നോക്കണം. കാരണം നമ്മളെ വീട്ടിലെ ലുട്ടാപ്പിയും കുട്ടൂസനൊക്കെ ഉണ്ട്, അതുകൊണ്ടാ. അത് പിന്നെ എനിക്കറിയാലോ ചേച്ചി. പിന്നെ ലുട്ടാപ്പി കുറച്ച് എരിവ് കയറ്റി കൊടുക്കാൻ വേണ്ടി ഞാൻ അർജുനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവരോട് പറഞ്ഞു ഞാൻ ആ കല്യാണം സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ചെങ്കിലും കൂടട്ടെ.
എന്നാ എനക്കൊരു മനസ്സമാധാനാവും. നൈസ് ബോയ്. ചേച്ചി കുറെ ദിവസമായില്ല അങ്ങ് പോയിട്ട്. ചേച്ചി ഒന്ന് ഇങ്ങോട്ട് വാ, എന്റെ കല്യാണത്തിനെങ്കിലും സർപ്രൈസ് ആയിട്ട്. എന്തുവാ ചേച്ചി ഇങ്ങനെ ആർത്ത്? അത് പിന്നെടാ എനിക്ക് വരാൻ പറ്റില്ല, ഞാനേ സമയം വരട്ടെ. ഓക്കെ ചേച്ചി. എന്നാ ബൈ, കേക്കട്ടെ. ഹേയ് മൈ ഡിയർ വൈഫി, എങ്ങോട്ടാ രാവിലെ തന്നെ? വൈഫോ? ഇയാള് വൈഫ് എന്ന് വിളിച്ച എന്നെ തന്നെയല്ലേ? താനെന്തിനാ ഇപ്പൊ ഇങ്ങനെ വിളിച്ച്? അയ്യോ, ആരെയും കേട്ട് കാണോ? ഓ എന്റെ പെണ്ണ, ഇങ്ങനെ നെർവസ് ആകെ. ഞാൻ അത്ര ലൗഡായിട്ട് വിളിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് നീയല്ലേ, അതുകൊണ്ട് ഞാൻ നിന്നെ വൈഫിന്ന് വിളിച്ചു. അല്ല എങ്ങോട്ടാ പോന്നേ? അത് പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാ, അല്ലാതെ വേറെ എവിടേക്കല്ല. പിന്നെ ഇപ്പൊ വൈഫിനൊന്നും വിളിക്കണ്ട, ഇപ്പൊ ആർക്കും തെറ്റിക്കുന്നില്ല. ഓ ഹോസ്പിറ്റലിലേക്കാണോ? ആ ഞാൻ പോലീസ് സ്റ്റേഷനിലൊക്കെ പോന്നെ. എന്നാ പിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ അത് വേണ്ട, ആരെയും കണ്ട വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. ഇയാളെന്തിനാ പേടിക്കുന്നേ? ഞാൻ കിട്ടാൻ പോകുന്ന പെണ്ണല്ലേ നീ, പിന്നെന്തിനാ? ഇയാള് എന്നെ കിട്ടുന്നതിൽ നല്ല ഹാപ്പി ആണല്ലോ, അതെന്താ? അതെന്താണെന്നോ? ബിക്കോസ് ഐ ലവ് യു. വാട്ട്? ഏയ് പതുക്കെ പതുക്കെ. ഓക്കേ ഓക്കേ, അല്ല താനെന്താ പറഞ്ഞു? ഓ പെണ്ണെ, എനിക്ക് തന്നെ ഇഷ്ടമാണല്ലോ. അന്ന് എയർപോർട്ടിൽ വെച്ച് നിന്നെ ഇഷ്ടപ്പെട്ടു തന്നെ, നിന്നെ കണ്ടപ്പോൾ തന്നെ ആ ഫാളിലാകത്തിയോ. ഐ ലവ് യു.